ഈ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് പ്രോഡിനന്റിലൂടെ എങ്ങനെ ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ ബിൽഡ് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു ക്ലോത്തിങ് ബ്രാൻഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബ്രാൻഡിൻ്റെ അസറ്റ്സ് എല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോറിന് വേണ്ട ലോഗോയും കവർ ഇമേജും കാറ്റഗറി ഇമേജും പ്രൊഡക്റ്റ് ഇമേജും എല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്. ഇൻസ്റ്റഗ്രാം പേജും റെഡി ആക്കിയിട്ടുണ്ട്. ഞാനതൊരു റിയൽ വേൾഡ് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. നിങ്ങളുടെ ഒരു സ്റ്റോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതെല്ലാം AI ജനറേറ്റഡ് ഇമേജസ് ആണ്. ഓക്കെ, പ്രോഡിയൻറ്റിൻ്റെ ഹോം പേജിൽ വരുന്നു, സ്റ്റാർട്ട് നൗ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ രജിസ്റ്റർ പേജിൽ വരും. ഇവിടെ ബ്രാൻഡിൻ്റെ പേര് ഞാൻ കൊടുക്കുകയാണ്. ഞാൻ പേര് കൊടുക്കുന്നു. സ്റ്റോർ ഐ ഡി കൊടുക്കുന്നു. സ്റ്റോർ ഐ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോർ ഐ ഡി നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് സ്റ്റോറിൻ്റെ URL-ൻ്റെ പാർട്ടായിരിക്കും. proudinent.com/store id ഇതായിരിക്കും URL വരിക. നമ്മൾ രണ്ട് രീതിയിലാണ് URL പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് പ്രോഡിനന്റിൻ്റെ അണ്ടറിലും, രണ്ട് DM2 order .in അണ്ടറിലും. ഇത് രണ്ടിലും ഇതിന് ശേഷം സ്ലാഷിന് ശേഷമായിരിക്കും സ്റ്റോർ ഐ ഡി വരിക. അപ്പോൾ അത് വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ ബ്രാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്റ്റോർ ഐ ഡി തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഒരുപാട് വലുതാവുന്നതിനേക്കാളും ബെറ്റർ ചെറിയ രീതിയിൽ നിങ്ങളുടെ ബ്രാൻഡിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന പോലെയുള്ള സ്റ്റോർ ഐ ഡി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ വർണ്ണിക എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. വർണ്ണിക എത്നിക് വെയർ എന്നുള്ള വലിയ ലിങ്ക് കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുത്താൽ ഈ proudinent.com/വർണ്ണിക എത്നിക് വെയർ എന്ന കംപ്ലീറ്റ് വലിയ ലിങ്ക് ആയിരിക്കും. അത് ഞാൻ കൊടുക്കണില്ല. വർണ്ണിക എന്ന് മാത്രം കൊടുക്കുന്നു. വർണ്ണിക. ഓക്കെ, ഫോൺ നമ്പർ ഒരെണ്ണം കൊടുക്കുന്നു. ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഇവിടെ പെട്ടെന്ന് ചെയ്യാനായിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇമെയിൽ ID വർണ്ണിക. നിങ്ങളുടെ എന്താണോ ഇതായിരിക്കും നമ്മുടെ പോർട്ടലിൽ ലോഗിൻ ചെയ്യാനുള്ള ഇമെയിൽ ID വരുന്നത്. വർണ്ണിക gmail.com കൊടുക്കുന്നു. പാസ്വേഡ് കൊടുക്കുന്നു. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യുന്നു. രജിസ്റ്റർ കൊടുക്കുന്നു. സ്റ്റോർ ഒരെണ്ണം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ് വരുന്നത്. ഇത്തരത്തിൽ വരും. ഞാനൊരു പ്ലാൻ സെലക്ട് ചെയ്യുന്നു. പ്രീമിയം പ്ലാൻ തന്നെ ഞാൻ സെലക്ട് ചെയ്യുന്നത്. 14 days ട്രയൽ പീരീഡ് ഉണ്ടായിരിക്കും. 14 days വരെ യാതൊരു റെസ്ട്രിക്ഷൻ ഇല്ലാണ്ട് യൂസ് ചെയ്യാം. അതിനുശേഷം യൂസ് ചെയ്ത് നോക്കാം. അതിനുശേഷം ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് അടച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ സെല്ലറിൻ്റെ ഡാഷ്ബോർഡ് വരിക, അല്ലെങ്കിൽ ബാക്ക് എൻഡ് വരിക, അല്ലെങ്കിൽ നമ്മുടെ CRM വരുന്നത്. ഇവിടെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. പ്രൊഡക്റ്റ് ആഡിങ്ങും സ്റ്റോർ ബിൽഡിങ്ങും ഓർഡർ മാനേജ്മെൻറ്റും റിപ്പോർട്ട്സും കംപ്ലീറ്റ് ഇവിടെയാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ലോഗിൻ ചെയ്താണ് വരണമെന്നുണ്ടെങ്കിൽ proudinent.com/login എന്നൊരു ലിങ്കിൽ വരാം. അല്ലെങ്കിൽ proudinent.com-ൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ ടോപ്പിലുള്ള ലോഗിനിൽ ക്ലിക്ക് ചെയ്താൽ ലോഗിൻ പേജിൽ വരും. നമ്മളവിടെ കൊടുത്ത് ഇമെയിൽ ID കൂടെ കൊടുക്കുന്നു. വർണ്ണിക@gmail.com കൊടുക്കുന്നു. പാസ്വേഡ് ഞാൻ കൊടുക്കുന്നു. സൈൻ ഇൻ ചെയ്യുന്നു. കുറച്ച് സ്ട്രോങ് പാസ്വേഡ് കൊടുത്താൽ നല്ലതാണ്. അതാണ് എറർ മെസ്സേജ് വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ സ്റ്റോർ ലൈവായിട്ട് കഴിഞ്ഞു. proudinent.com/വർണ്ണിക എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്മുടെ സ്റ്റോറാണ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റോറിൻ്റെ ബേസ് ആണിത്. ഓൾറെഡി ബിൽഡ് ആയി കഴിഞ്ഞു. ഇത് ഒരു ലിങ്ക്. ഇതല്ലാണ്ട് DM2 order.in/വർണ്ണിക ഇതിലും സെയിം സ്റ്റോറിന് അവൈലബിൾ ആയിരിക്കും. യെസ്, ഓക്കെ. ഇനി നമ്മൾ ഈ സ്റ്റോർ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യാനായിട്ട് പോവാണ്. ഇതിൽ പ്രത്യേകിച്ച് കോഡിംഗ് നോളജ് ഒന്നും ആവശ്യമില്ല. നമുക്ക് തന്നെ ഈ പോർട്ടലിൽ കൂടെ ചെയ്യാൻ പറ്റും. അത് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോർ ബിൽഡറാണ്. സ്റ്റോറിൻ്റെ പേരിലൂടെ വന്നിട്ടുണ്ട്, അനൗൺസ്മെൻറ്റ് ബാർ. നമ്മൾ ആമസോണിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും മുകളിൽ കൂടെ ഒരു സ്ക്രോളിംഗ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം. നമ്മുടെ ഡെമോ സ്റ്റോറിൻ്റെ
അപ്പോൾ ഇവിടെ ഞാനൊരു ഓഫർ റൺ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കോപ്പി ചെയ്യുന്നു, ഇടുന്നു. അതിനൊരു കളർ ഞാൻ കൊടുക്കുന്നു. ഞാൻ ഉദ്ദേശിച്ച കളർ എൻ്റെ ബ്രാൻഡിൻ്റെ തന്നെ കളറാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബ്രാൻഡിൻ്റെ പ്രൈമറി കളറായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതാ ഈ കളറാണ്, ഒരു മെറൂൺ ആയിട്ടൊരു കളറാണ്. നിങ്ങളുടെ ബ്രാൻഡിൻ്റെ എന്താണ് കളറ് അത് കറക്റ്റായിട്ട് കൊടുക്കുക. മെറൂൺ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലൊരു വൈറ്റ്, യെസ്, ഒരു പേൾ വൈറ്റ് പോലത്തെ ഒരു കളർ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും ഫോണ്ടിൽ. യെസ്, ഞാൻ സേവ് ചെയ്യുന്നു. സേവ് ആയിട്ടുണ്ട്. നമ്മളിവിടെ എന്ത് ചേഞ്ച് വരുത്തിയാലും ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പോൾ തന്നെ നമ്മൾ സ്റ്റോറിൽ നോക്കുകയാണെങ്കിൽ ആ ചേഞ്ച് റിഫ്ലക്റ്റ് ആവും. കണ്ടോ, നമ്മൾ അവിടെ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ചിട്ട് അതിവിടെ അപ്ഡേറ്റ് ആയി. ഇതാണ് അനൗൺസ്മെൻറ്റ് ബാർ എന്ന് പറയുന്നത്. ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ലോഗോയാണ്. ഇപ്പോൾ ലോഗോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ലോഗോയാണ് വെക്കുന്നത്, കാരണം ലോഗോ നമ്മുടെ ഈ ഭാഗത്തായിട്ടാണ് വരാൻ പോകുന്നത്. ഞാൻ ലോഗോ ആഡ് ചെയ്തു. ലോഗോയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് നാവിഗേഷൻ ബാർ ഞാൻ ബ്ലാക്ക് തന്നെയാണ് കൊടുക്കുന്നത്. സെർച്ച് ബോക്സ് വേണമെന്നുള്ള ക്വസ്റ്റ്യൻ സെർച്ച് ബോക്സ് ഞാൻ ഓൺ ആക്കിയിട്ടു, സേവ് ചേഞ്ച് കൊടുത്തു. ഇനി ഞാൻ സ്റ്റോറിൽ വരികയാണെന്നുണ്ടെങ്കിൽ സെർച്ച് ബോക്സ് ഓൾറെഡി ഇവിടെ ഉണ്ട്, കാർട്ടിൻ്റെ ഐക്കൺ കൂടി ഉണ്ട്, ലോഗോ ഇവിടെ വരും. സേവ് ആയിട്ടുണ്ട്. യെസ്, ഇനി ഞാൻ റിഫ്രഷ് ചെയ്യുന്നു. യെസ്, കണ്ടോ എൻ്റെ ലോഗോ ഇവിടെ വന്നു. ഇപ്പോൾ ലോഗോ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് കവർ ഇമേജ് ആണ്. കവർ ഇമേജ് നമ്മുടെ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് കവർ ഇമേജ് വരിക. ഇത് സപ്പോർട്ട് ചെയ്യുന്ന ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 1920x1080 കവർ ഇമേജ് ഞാൻ എടുക്കുന്നു. കുറച്ച് കവർ ഇമേജ് ഞാൻ ഓൾറെഡി AI വെച്ച് ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഞാൻ കുറച്ചൊന്ന് ഫാസ്റ്റായിട്ട് ആഡ് ചെയ്യാട്ടോ, സമയം കളയാണ്ടിരിക്കാനായിട്ട്. ഓക്കെ, ഞാനൊരു 4 കവർ ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്. പിന്നെ ഇൻ കേസ് എനിക്ക് ഓർഡർ മാറ്റണമെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റിയാൽ ഓർഡർ മാറും. ഇതുപോലെ ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് പറ്റുകയും ചെയ്യും. കവർ ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഫീച്ചേർഡ് പ്രൊഡക്ട്സ് ആണ്. പ്രൊഡക്ട്സ് ഞാൻ ഓൺ ആക്കുന്നു. പ്രൊഡക്റ്റ് കാറ്റഗറി ഞാൻ ഓൺ ആക്കുന്നു. വാട്സപ്പ് സപ്പോർട്ട് ഞാൻ ഓൺ ആക്കുന്നു. വാട്സപ്പ് സപ്പോർട്ട് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഓരോ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിലും ഒരു വാട്സപ്പിൻ്റെ ഐക്കൺ ഉണ്ടായിരിക്കും. ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുത്ത നമ്പറിലേക്ക് ഒരു ചാറ്റ് ഇനിഷ്യേറ്റ് ചെയ്യും. അപ്പോൾ കസ്റ്റമറിന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വളരെ ഈസി ആയിട്ട് എത്തിപ്പെടാനായിട്ട് പറ്റും. ഞാനപ്പോൾ എൻ്റെ ഈ നമ്പർ കൊടുക്കുന്ന സേവ് ചേഞ്ച് കൊടുക്കുന്നു. ഇനി ജസ്റ്റ് ഒന്ന് ഞാൻ റിഫ്രഷ് ചെയ്യാനായിട്ട് പോവാണ്. കണ്ടോ, സ്റ്റോർ ഒരെണ്ണം ബിൽഡായി. നമ്മൾ കൊടുത്ത കവർ ഇമേജ് ഒക്കെ വന്നിട്ടുണ്ട്, അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഈ ഓർഡർ കണ്ടോ, ഇപ്പോൾ ഈ ഇമേജാ, ഇനി ഓർഡർ മാറ്റണം. നാളെ നമ്മൾ എന്തെങ്കിലും ഓഫർ തന്നെയാണ്, അപ്പോൾ വേറെ എന്തെങ്കിലും ഇത് ഫസ്റ്റ് വരണം എന്ന് വിചാരിക്കും, ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ബാനറും കൂടെ സെറ്റ് ചെയ്യാം. കസ്റ്റമർ ഓർഡർ ചെയ്ത് കഴിയുന്ന സമയത്ത് അവർക്ക് കണ്ടൊരു ബാനറാണ്. ഞാൻ അതും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാനർ ഇതാണ്. ജസ്റ്റ് നമ്മുടെ സ്റ്റോർ എന്താണെന്ന് കാണിക്കുന്ന ഒരു ഇത്ര ഓർഡർ പ്രോസസ് ചെയ്ത് ഇത്ര കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുള്ള ഒരു സംഭവമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം. അപ്പോൾ ഈ ഒരു മെസ്സേജ് ആയിരിക്കും നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ വരിക. ഓർഡർ പ്ലേസ്ഡ്, അവൈറ്റിംഗ് പേയ്മെൻറ്റ്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യും. ഇത് മാറ്റണമെങ്കിൽ മാറ്റാം, എന്തുകൊണ്ടും ചെയ്യാം. നമ്മൾ മെയിനായിട്ട് 3 തരത്തിലുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് മാനുവൽ പേയ്മെൻ്റ് ആണ്. നമ്മൾ പേയ്മെൻ്റ് ആയിട്ടൊരു ബന്ധം ഉണ്ടാവില്ല, പ്രോഡക്റ്റിൻ്റെ ഒരു ബന്ധം ഉണ്ടാവില്ല. നിങ്ങൾ കസ്റ്റമറുടെ അടുത്ത് പേയ്മെൻറ്റ് മേടിക്കുക, QR കോഡ് അയച്ചു കൊടുത്ത് പേയ്മെൻറ്റ് മേടിക്കുക. നമ്മൾ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ ചോദിക്കില്ല. മാനുവൽ പേയ്മെൻറ്റ് എന്ന് പറയും. 2 COD, ക്യാഷ് ഓൺ ഡെലിവറിയാണ്. 3 ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഗേറ്റ് വേ. നമ്മൾ ആമസോണിലൊക്കെ ചെന്ന് മേടിക്കുന്ന പോലെ കാശ് അടച്ചിട്ട് മേടിക്കാം. അതിന് ട്രാൻസ്ഫർ പേയുടെ ഒരു ട്രാൻസാക്ഷൻ ചാർജ് ഉണ്ടായിരിക്കും. നോർമലി 2+ GST ആണ് വരിക. 2.4 2.5% അടുത്താണ് വരിക. ഫോർ എക്സാമ്പിൾ 1000 രൂപയുടെ പ്രൊഡക്റ്റ് കസ്റ്റമർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 24-25 റുപ്പീസിൻ്റെ അടുത്ത് ട്രാൻസ്ഫർ പേ കട്ട് ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമുക്ക് കാറ്റഗറി ആഡ് ചെയ്യണം, പ്രൊഡക്റ്റും ആഡ് ചെയ്യണം. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഫൂട്ടർ ആഡ് ചെയ്യാൻ പോവാണ്. ഫൂട്ടർ എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റുകളിലൊക്കെ ഏറ്റവും അവസാനമായിട്ട് എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഫൂട്ടർ. അപ്പോൾ അതിന് ഞാനൊരു കളറ് കൊടുക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഹെഡിങ് കളർ ഞാനൊരു വൈറ്റ് റിലേറ്റഡ് ആയിട്ട് കൊടുക്കുന്നു. എബൌട്ട് അസ് കൊടുക്കുന്നു. എബൌട്ട് അസ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. യെസ്, കോണ്ടാക്ട് അസിൽ ഫോൺ നമ്പർ ഞാൻ ആഡ് ചെയ്യുന്നു. ഇമെയിൽ ഐ ഡി varnika@gmail.com. ഇതൊക്കെ ഒരു ഇമാജിനറി ഇമെയിൽ ഐ ഡി ആണ്. ഓപ്പറേഷണൽ അഡ്രസ് കൊടുക്കാം. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കാം. പ്ലസ് എത്ര സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ കൊടുക്കാൻ പോകുന്ന ലിങ്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ആണ്. ഇൻസ്റ്റഗ്രാം. ഫേസ്ബുക്കിൻ്റെ കൊടുക്കണേ കൊടുക്കാം, യൂട്യൂബ് കൊടുക്കണേ കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ആമസോണിൽ സെല് ചെയ്യുന്ന ഒരു സെല്ലർ ആണെന്നുണ്ടെങ്കിൽ ആമസോൺ പർച്ചേസ് ലിങ്ക് എന്നോ എന്തെങ്കിലും കൊടുത്തിട്ട് അതിൻ്റെ ലിങ്ക് കൊടുത്താൽ നേരെ അങ്ങോട്ട് പോകും. അത് എവിടെയാണ് വരിക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ സേവ് ചെയ്യുന്നു. അതെല്ലാം സേവ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് സ്റ്റോറിൽ വന്നിട്ട് സ്റ്റോറിൽ വന്ന് റിഫ്രഷ് ചെയ്ത് കണ്ടോ, അബൌട്ടസും കാര്യങ്ങളൂടെ വന്നു, ഇൻസ്റ്റഗ്രാമോടെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഇൻസ്റ്റഗ്രാമിലേക്ക് പോകും. യെസ്, കണ്ടോ, ഇതുപോലെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് അവിടെ കൊടുക്കാം. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള നമ്മൾ സ്റ്റോർ നമ്മൾ സെറ്റപ്പ് ചെയ്തു. എന്തൊക്കെയാണ് ചെയ്തത്? അനൗൺസ്മെന്റ് ബാർ സെറ്റ് ചെയ്തു, നാവിഗേഷൻ ബാർ സെറ്റ് ചെയ്തു. നാവിഗേഷൻ ബാർ എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തിനാണ് നാവിഗേഷൻ ബാർ എന്ന് പറയുന്നത്. അനൗൺസ്മെന്റ് ബാർ, കവർ ഇമേജ്. ഇനി ഇവിടെ നമ്മൾ പ്രൊഡക്റ്റും കാറ്റഗറിയും കൊണ്ട് ഈ സൈഡിൽ ആഡ് ചെയ്യാനുണ്ട്. ഞാൻ കാണിക്കാം. ഓക്കെ,